സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് അഹങ്കാരം പിടിച്ച മനുഷ്യരെ കുറിച്ചാണ്. ചിലർക്കൊക്കെ കുശുമ്പ് കാരണമായിരിക്കും, ചിലർക്കൊക്കെ അഹങ്കാരം കാണിക്കുക. എന്താണേലും നമ്മൾ ഇന്ന് പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ പോവാ. ഏതാടാ നായ? ഒരുത്തൻ കാറ് മേടിച്ച് അവൻ അതുകൊണ്ട് ആസ്വദിക്കാനുള്ള അവകാശം ഇല്ലേ? എന്റെ ഇടയ്ക്ക് വന്ന് ഉണ്ടാക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അല്ലേലും ഉള്ള ഇങ്ങനെ കുറച്ച് അമ്മൂമ്മമാരെ കൊണ്ട് വലിയ ശല്യമാണ്. കണ്ടോ അവരതിന്റെ ഇടയ്ക്ക് വന്ന് കാണിക്കുന്നുണ്ടോ? അവരെന്തേലും ചെയ്തോ? അല്ലെങ്കിലും എല്ലായിടത്തും ഉള്ള ഇങ്ങനെ കുറച്ച് അമ്മൂമ്മമാര്. ഈ അമ്മൂമ്മമാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പം ഒരു പാവം പിടിച്ചേർക്ക് ഒരു ഇച്ചിരി സ്പീഡിൽ ഒരു വണ്ടിയെ പോയെന്ന് വെച്ചാൽ ഉടനെ പറയാം മുടിഞ്ഞു പോട്ട് കാലമാടെന്ന്. എന്നിട്ട് അവൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അറിഞ്ഞിരുന്ന് പ്രാവിയച്ച് അവൻ എങ്ങാനും അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഉടനെ പറയും, ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ നേരം ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുള്ളതാ, ഒന്നും പരത്തല്ലേന്ന് അറിഞ്ഞിരുന്ന് പ്രാവിയച്ച് പറയുന്ന കാര്യമാണ്. എന്തോ ചെയ്യാനാന്ന് പറയും, നിങ്ങളെ കൊണ്ട് തോറ്റ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, തക്കുടും അമ്മൂമാരും ഉണ്ട്. എല്ലാവരും ഒന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെന്തൊരു നടത്തമാണ് ഇപ്പൊ കണ്ടത്. ആരേലും നടക്കുമോ ഇങ്ങനൊക്കെ? ആരേലും അങ്ങനെയൊക്കെ നടക്കുമോ? കാണാൻ പറ്റുമോ? ഇങ്ങനൊക്കെ ആരേലും നടന്നു പോവോ? എന്ത് നടത്തമാണ് അതൊക്കെ? കാല് വയ്യ. ജിമ്മിൽ പോയിട്ട് ലെഗായിരുന്നു ഇന്നലെ. അറിഞ്ഞു കാണുമല്ലോ ഇല്ലയോ, ഞാൻ ജിമ്മിൽ പോയി കില്ലാടിയാവാൻ പോവാ. കണ്ടോ അവരെന്തോ കാണിക്കുന്നേ? ഈ കുറയ്ക്കുന്നതാണോ അതോ ഈ പെണ്ണുപിള്ളയുടെ സൗണ്ടാണോ? എന്താടാ ഇതൊക്കെ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടൈപ്പ് പോലല്ല, മറ്റേ പ്രാവുന്ന ടൈപ്പ് അല്ല. ഇതെന്ന് പറഞ്ഞില്ലേ മറ്റേ നമ്മൾ ഈ ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരിക്കാൻ നേരം നമ്മുടെ ബോളും എല്ലാം അപ്പുറത്തെ പെണ്ണുപിള്ളയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ മടലും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ടീംസ് ഇല്ലേ, ആ ഇനവാ ഇത്. ഉഗ്ര വിഷമുള്ള ഇനവാ, വിഷം ചീറ്റും. അവൻ കാറി വന്ന് തുപ്പുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി, ശരിക്കും നടന്ന ഹാർട്ട് അറ്റാക്ക് വരും. നിങ്ങൾ കുറേ നാൾ കാശൊക്കെ കൂട്ടി ആറ്റുനൂറ്റിരുന്ന ഒരു സൂപ്പർ കാർ മേടിച്ച്, നിങ്ങൾ കുറേ നാൾ ആറ്റുനൂറ്റിരുന്ന ഒരു സൂപ്പർ കാർ മേടിച്ച്, സൂപ്പർ കാർ വേണ്ട ഒരു സ്പ്ലെൻഡർ ആയാലും മതി. സ്പ്ലെൻഡറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഞാൻ ആലോചിച്ച്, പേടിക്കണ്ട നമുക്ക് കൊടുക്കാം. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മതി, ഉണ്ട് അതിൻ്റെ ഇടയ്ക്കുണ്ട്. നിങ്ങൾ അങ്ങനെ ആറ്റുനൂറ്റിരുന്ന് നിങ്ങളുടെ ഒരു വണ്ടി മേടിക്കാൻ നേരം ഒരുത്തം വന്നത് ഈ തുപ്പി വെക്കുന്നു. നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? അവനെ കൊണ്ടല്ല കെട്ടിയിട്ട് അണ്ണാക്കി മുള്ളി വെക്കണം. അതൊക്കെ അത്രേ ഉള്ളു. എത്ര വർഷത്തെ കഷ്ടപ്പാടിനകത്തായിരിക്കും അവനാ പെയിന്റ് അടിച്ച് വെച്ചിട്ട് പോയേക്കുന്നത്. എന്നെ പോലുള്ളവരൊക്കെ സ്വപ്നത്തിൽ പോലും അത് മേടിച്ചാൽ ഞെട്ടി എണ്ണീക്കും, അതുപോലത്തെ സാധനമാണ്. അങ്ങനെ ഒരു കാറിനകത്ത് ഈ മലവേടനൊക്കെ പെയിന്റ് അടിച്ച് വെച്ചു പോയത്. ഒരു ലംബോർഗിനി ഉള്ള ഒരുത്തൻ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ നേരം ഒരു സൈക്കിളിൽ വരുന്ന ഒരു അങ്ങനെ തന്നെ പറയണം. ഈ കുശുമ്പ് പിടിച്ച ആ വിവരമില്ലാത്ത കഴുത അവനോട് വന്നിട്ട് അങ്ങനെ ആക്കാമെന്ന് പറയുന്നു. അവൻ എന്നിട്ട് പട്ടി മൈൻഡ് കൊടുക്കാതെ ആസ്വദിക്കാൻ പോയി. ഇതെന്തുവാ? അത് കൊള്ളാം, അത് വലിയൊരു സാമർഥ്യമായി പോയി. കാലെ കൂടെ കയറ്റി അങ്ങ് ഇറക്കണം. വലിയ ഹീറോയിസം ആയിപ്പോയി. അവൻ എവിടെ വരെ ആ കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തേമ്പി നടന്നു പോവും? കുറച്ചും കൂടെ കഴിഞ്ഞ് എന്തായാലും പട്ടിയായിട്ട് അങ്ങോട്ട് മാറിയിക്കേണ്ടി വരും. എന്നാൽ പിന്നെ ഇപ്പോഴേ അങ്ങ് പട്ടിയായി മാറിയുന്നൂടെ, സമ്മതിച്ചൂടെ പട്ടിയാന്ന്? കുറെ മനുഷ്യനെ ഞെക്കി അങ്ങോട്ട് ഇറക്കി വിടും, ഒരു ഗുണവും ഇല്ല. കുശുമ്പും കുന്നായ്മ മാത്രം ഇതിന്റെയൊക്കെ ജീവിത ലക്ഷ്യം. കല്ലല്ലയോ അതിന്റെ കയ്യില്? ചുമ്മാ പിടിച്ചേക്കുന്ന ഒന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ ഇത്രയും വലിയ കാരണത്തല്ലയോ? വട്ടാണോ ആൾക്കാർക്ക്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത്രയും വലിയ കാരണത്തൊക്കെ കല്ലൊക്കെ എടുത്തെറിയും എന്റെ മോനെ. അവൻ ആ കാറില് കല്ലെടുത്തെറിഞ്ഞ്. ദിസ് ഈസ് അൺബിലീവബിൾ. ആ കാറിന്റെ ഒക്കെ ഗ്ലാസ് മാറുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കാറിന്റെ വിലയാവും. കോപ്പനൊക്കെ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചേക്കുന്നത്. അതിനകത്തിരുന്ന ആമ്പിള്ളാരാണ് അവന്മാര് തിരിച്ചു വന്ന് അവന്റെ ബോൾ ഞെക്കി പൊട്ടിക്കും.
വെച്ച് ഞെരിടും. ഓക്കെ, അപ്പൊ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്തായാലും ഇനി ഞാൻ വെച്ച് ഞെരിടുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് കുറെ അധികം മെസ്സേജ് വന്നാലും ഞാൻ എല്ലാം കണ്ടായിരുന്നു. നമുക്കത് തന്നെ ചെയ്യാം. നമുക്ക് ആ വീഡിയോ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന സംഭവം. ഏതാടാ ഈ നിക്കരവള്ളി? ഈ പിള്ളേരെല്ലാം കൂടെ യൂട്യൂബിലാണല്ലോ ഇപ്പോഴത്തെ കളി. പോയി വല്ല മണ്ണിലോ മണലിലോ വല്ലതും തലമുക്കി കുറച്ച് ഇമ്മ്യൂണിറ്റി എങ്കിലും കൂടും. അല്ല, കാര്യമായിട്ട് പറഞ്ഞ പിള്ളേരെല്ലാം ഉടനെ യൂട്യൂബും ചാനലും തുടങ്ങി കാശ് ഉണ്ടാക്കാൻ കയറി അങ്ങ് ഇരിക്കുക. എല്ലാത്തിന്റെ വിചാരം യൂട്യൂബ് ചാനൽ ഭയങ്കര എളുപ്പമാണ്. കോപ്പാ ജനിച്ച് വീഴുമ്പോഴേ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. പിള്ളേരെല്ലാം ഇങ്ങനെ ആടിയാ പിന്നെ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഡ്യൂക്കോ സ്പ്ലെൻഡറിൻ്റെയും കുറവും കൂടുതലും കൂടി പറയുകയാണ്. എന്നുവെച്ചാൽ റിവ്യൂ ഒക്കെ അങ്ങനെ തന്നെ ആക്കാം. പക്ഷെ ഇതിൻ്റെ കുറവില്ല, ഇതിന് കുറവൊന്നുമില്ല. ഇങ്ങനെയെല്ലാം കൂടുതലാണ് നിങ്ങൾക്ക്. ഇവിടെ ഈ സ്ക്രീനിൽ ഞാൻ ഒരൊറ്റ കുറവേ കാണുന്നുള്ളൂ, അത് അവനാ. ബാക്കി ആ 2 വണ്ടിയിലും ഞാൻ ഒരു കുറവും കാണുന്നില്ല. ഇതിൻ്റെ കുറവ് ഇതിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ആരാ ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വരുന്നത്? ഈ നിക്കരവള്ളി ചെറുക്കനോ? അവൻ അതിനകത്ത് സ്പ്ലെൻഡറിന്റെ കൂടുതൽ ഒന്നും കണ്ടിട്ടില്ല. അവൻ കണ്ണു പൊത്തിയിരിക്കുമായിരുന്നു. സ്പ്ലെൻഡറിന്റെ കൂടുതൽ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഒന്നും തന്നെ അവൻ അറിഞ്ഞിട്ടില്ല. സ്പ്ലെൻഡറിന്റെ കുറവ് മറ്റേന്റെ കൂടുതൽ മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. കൊള്ളാടാ മോനെ, നിനക്ക് ഇരിക്കട്ടെ ഒരു വീരചക്ര. ഇതിന്റെ കുറവ് ഇതിന്റെ കൂടുതൽ ഞാൻ വാടേ ഇതൊക്കെ ആദ്യം സ്പ്ലെൻഡറിന്റെ റിവ്യൂ ഒക്കെ സ്പ്ലെൻഡറിന്റെ ആണ്. അതിനിടയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടത്. കൊള്ളാം, ബാക്കി കാണാം. ഓണായോ ഒന്ന് തിരിയുന്നുണ്ടോ? ഓണായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിയോന്നറിയില്ല. സംഭവം ഓണായിട്ടുണ്ട് എന്തായാലും. അതെന്താ ഞങ്ങൾക്ക് തിരിയാത്തെ? ഇതായി നിക്കരവള്ളിയൊക്കെ യൂട്യൂബ് പിടിച്ചിട്ടാ കുഴപ്പം. ഈ പിള്ളേരെയൊക്കെ സ്കൂൾ തുറന്ന് പറഞ്ഞു വിടും ചുമ്മാ. എന്തുവാ ഇത് തുരുമ്പൊക്കെ പിടിച്ച്? വണ്ടി നോക്കണം, എങ്കിലേ തുരുമ്പ് പിടിക്കാതിരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ആടേ, പഴയ വണ്ടിയാടേ. ഇത്ര വർഷമായതാണെന്നറിയുമോ? അങ്ങനെ തുരുമ്പൊക്കെ പിടിക്കും വണ്ടിയാണ്. സ്റ്റാർട്ടാക്കാന്ന് അറിയില്ല, എന്നെ ഊക്കരുത്. ഊക്കും, ഉറപ്പായിട്ട് ഊക്കും. സ്റ്റാർട്ടായില്ല ഗൈസ്, പിന്നെ സ്റ്റാർട്ടായില്ല. നീ എന്നാ അവിടെ കിടന്നിട്ട് കയ്യും കൊണ്ട് കിക്കറെ വലിക്ക്. അതൊക്കെ നിക്കരവള്ളിയെ കൊണ്ട് പറ്റത്തുള്ളൂ കേട്ടോ. നിനക്കതേ പറ്റത്തുള്ളൂ. കിക്കർ അടിക്കാൻ ഇറങ്ങിയേക്കുന്നവൻ. സൗണ്ടാണ് സൗണ്ട് ഒന്നും വലിക്കില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾ ഡ്യൂക്കിന്റെയും സ്പ്ലെൻഡറിന്റെയൊക്കെ വീഡിയോ കണ്ടില്ലേ? അപ്പൊ ഈ ഡ്യൂക്കിനെ വെച്ചേക്കുമ്പോ ഇതിന് വേണോ ഗൈസ്? നിങ്ങൾ പറയണം, ഇതിന് വേണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് വേണ്ട. കൊള്ളാം, നല്ലതാ. ഇന്ത്യയിലെ തന്നെ ടോപ്പ് സെല്ലിംഗ് ബൈക്കിനെയാണ് അളിയൻ പുച്ഛിച്ചത്. നല്ലതാ. സത്യം പറയാമെങ്കിൽ ഈ നിക്കർവള്ളിയൊക്കെ കളിയാക്കുന്നവനെ പറഞ്ഞവൻ. അവനാണെങ്കിൽ ബോധവും ഇല്ല, എന്നിട്ട് അവനെ കളിയാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ നിക്കർവള്ളിയെ കണ്ടാ അറിയാം അവന് വണ്ടിയെ കുറിച്ച് കേൾക്കും പോക്കും അറിയത്തില്ലെന്ന്. അവൻ ഇപ്പോഴും പാല് കൊടുക്കുന്ന മറ്റില്ല വലിച്ചു കുടിക്കുന്ന സാധനത്തില്ല. അവൻ അതേ പറ്റത്തുള്ളൂ. അല്ലെ കരയും കുഞ്ഞ് നിക്കർവള്ളിയല്ലേ. അപ്പോഴാ അവൻ വണ്ടി കിക്കർ അടിക്കാൻ വന്നേക്കുന്നു. അടി. സത്യം പറയാമെങ്കിൽ അളിയൻ ആദ്യം വിചാരിച്ചാണ് ഇപ്പോഴത്തെ ആൾക്കാരല്ലേ അതും കൊണ്ട് ഈ ഡ്യൂക്കിനെ പൊക്കി അടിച്ചിട്ട് സ്പ്ലെൻഡറിനെ താത്തി കഴിഞ്ഞാൽ അവന്റെ ഇതൊക്കെ വന്നിട്ട് ഞാൻ സ്പ്ലെൻഡറിനെ ചവിട്ടുന്ന മാസമൊക്കെ കാണിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇറങ്ങുമെന്നാ പുള്ളി ആദ്യം വിചാരിച്ചത്. അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും. അത് അവനൊരു കൊച്ചു ചെറുക്കൻ, അവൻ അത്രയൊക്കെ വിചാരിക്കാനുള്ള ഉള്ളൂ. പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അവന്റെ ചെവിയിൽ ആകെ കൂടെ കേൾക്കുന്ന ഒരൊറ്റ സൗണ്ടേ ഉള്ളായിരുന്നു. ആ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. അവൻ അറിയാതെ ചെയ്തതായിരിക്കും. അവന് സത്യത്തിൽ സ്പ്ലെൻഡറിനോട് ഇഷ്ടക്കേടൊന്നും കാണത്തില്ലായിരിക്കും. കാരണം അവനെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ അവനോട് വീഡിയോ എടുത്ത ആള് പറഞ്ഞായിരിക്കും. നമുക്കറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ. കൊച്ചിറക്കന അവനെ വലിയായിട്ട് ഏറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനെ നിങ്ങൾ നിക്കർവള്ളി എന്ന് വിളിച്ചാലും പാവത്തിന്റെ തെറി വിളിക്കണ്ട, പോട്ടെ, പാവം അവൻ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ കുറെ ആൾ എന്നോട് ചോദിച്ചിന് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? പോയി ഇവനെ വണ്ടി ഇറക്കി വിട്ടിട്ട് ആ ബോളെങ്ങാനും കൈ കൊടുത്ത് പറഞ്ഞു വിടും. സൈക്കിൾ ഓടിക്കാടാ കൊച്ചി ചേർക്കാന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിൾ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഒരു മിനിറ്റ്, മാസ് കാണിച്ചാണോ? മോനെ ആ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതി വെക്കണമായിരുന്നു ഞാൻ മാസ് കാണിച്ചാന്ന്. അല്ല ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കോടാ നീ മാസ് കാണിക്കാന്ന്. എന്തായാലും നിങ്ങൾ അവനെ ഒന്നും ചെയ്യണ്ട. അവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ്സ്ക്രൈബ് ബട്ടണിൽ അങ്ങ് തീർത്ത് കാടിക്ക് പൊട്ടിക്കാവനെ ഞെക്കി അവനെ പൊട്ടിയിര്. എന്റെ സബ്സ്ക്രൈബ് ബട്ടൺ അപ്പുറത്തെ ബെല്ലിൽ ഞെക്കിയേര്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് അടിച്ചേക്കണം. ഉറപ്പായിട്ട് ഒരു ലൈക്ക് അങ്ങോട്ട് അടിച്ചേക്കണം. പിന്നെ സബ് ചെയ്തേക്കണം, ബെല്ലിൽ ഞെക്കിയേക്കണം, ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.